നമസ്കാരം. ട്യൂഷന് പോകാനെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ഫർസാന. എന്തിനാണ് അഫ്സാൻ വിളിച്ചത് എന്നതുപോലും അറിയാതെ അവൾ അവൻ്റെ കൂടെ ഇറങ്ങിച്ചെന്നു. പക്ഷേ അതിദാരുണമായി അവളെപ്പോലും അവൻ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. എന്താണ് ഇതിന് പിന്നിലുള്ള മോട്ടീവ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എങ്കിൽ പോലും ആ കുട്ടിയുടെ മരണം അത് വളരെയധികം വേദനയോടെയാണ് ഈ നാട്ടുകാരൊക്കെ കാണുന്നത്. കാരണം ഒന്നും അറിയാത്ത ഒരു കുട്ടി, സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അഫ്സാൻ്റെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായതെന്ന് പറയുമ്പോഴും ആ പ്രതിസന്ധി കാലഘട്ടത്തിൽ പോലും അവനെ ഒരുപാട് പണം കൊണ്ടൊക്കെ സഹായിച്ചിട്ടുള്ള കുട്ടിയാണ് ഈ പെൺസുഹൃത്ത് എന്നാണ് വിവരം. എന്നിട്ട് പോലും അവളോട് എന്തിനാണ് ഈ ക്രൂരത ചെയ്തത് എന്ന ചോദ്യം തന്നെയാണ് എല്ലാവരും ഉന്നയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ വീടിന് മുന്നിലാണുള്ളത്. മൃതദേഹം ഇപ്പോൾ ഇവിടെ എത്തിക്കുമെന്നാണ് വിവരം. അഫ്സൽ ഇവളെ സാധാരണഗതിയിൽ തന്നെ വിളിച്ച് കൊണ്ടുപോകുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ പ്രധാനമായിട്ടും കണ്ടുനിന്ന ദൃക്സാക്ഷികളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ വീടിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് അവളോട് പുറത്തിറങ്ങി നിൽക്കാൻ പറയുന്നതും അവളെ അവിടെ നിന്ന് ബൈക്കിൽ കൂട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ. എപ്പോഴാണ് അവളെ അവൻ്റെ വീട്ടിലെത്തിച്ചത് എന്നതിനെക്കുറിച്ചൊന്നും കൃത്യമായ തെളിവോ വിവരങ്ങളോ ആർക്കും ലഭിച്ചിട്ടില്ല. എപ്പോൾ വീട്ടിൽ കയറിയെന്നോ വീട്ടിൽ ആ സമയത്ത് ഉമ്മ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉമ്മ ആക്രമിക്കപ്പെട്ടിരുന്നു എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അവിടെ വീട്ടിലെത്തിച്ചതിന് ശേഷം ഉമ്മയെ ആക്രമിച്ച റൂം അത് അവൻ പൂട്ടി ഇട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് തൻ്റെ സുഹൃത്തിനെയും കൊണ്ട് അവർ വീട്ടിലെത്തിയതെന്നതാണ് സൂചന. ഇതിനുശേഷം ഈ കുട്ടിയെ വീടിൻ്റെ 2ാമത്തെ നിലയിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് അതിമൃഗീയമായിട്ട് തൻ്റെ സുഹൃത്തിനെ ഇദ്ദേഹം കൊന്നു തള്ളിയതെന്ന് വേണമെങ്കിൽ പറയാം. അതിക്രൂരമായിട്ടുള്ള കൊലപാതകം തന്നെയാണ് ഉണ്ടായത്. കാരണം തലയ്ക്ക് മാരകമായിട്ടുള്ള മുറിവുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ആംബുലൻസ് ഡ്രൈവറൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കേട്ട് നിൽക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. കാരണം വെടിയുണ്ടകൾ തറച്ച് കയറിയ രീതിയിലാണ് ഈ കുട്ടിയുടെ തലയൊട്ടിലുണ്ടായ മുറിവുകളുടെ ആഴം. വേട്ടി കൊണ്ട് തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തിയെന്ന് പറയുമ്പം അതിൻ്റെ പിറകുവശത്തുള്ള ആ കൂർത്ത മുന കൊണ്ട് ഉപദ്രവിച്ച് കാണണമെന്ന് തന്നെയാണ് ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം പലരും അഭിപ്രായപ്പെടുന്നത്. കാരണം 2-3 മുറിവുകളാണ് പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്നത്. സോഫയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെടുത്തത്. ഏകദേശം തലയുടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് മുറിവുകൾ, അതും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും മൃതദേഹം ഇവിടെ വീട്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വീട്ടുകാരൊന്നും തന്നെ പ്രതികരിക്കാൻ നിൽക്കുന്നില്ല. എന്തിനാണ് ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് തൻ്റെ ഈ ഒരു സ്നേഹബന്ധം അതിന് തൻ്റെ വീട്ടുകാർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ്. അപ്പോഴും ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പൂർണ്ണ സമ്മതം നൽകിയിരുന്നു എന്നതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ എന്തിനു കൊല്ലണം എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും പോലീസിനോട് പ്രതി പറഞ്ഞിരിക്കുന്നത് തൻ്റെ കുടുംബത്തിലെ എല്ലാവരും മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ പെൺകുട്ടി ഒറ്റയ്ക്കാകുമെന്നുള്ള തോന്നലാണ് തന്നെ അതിന് പ്രേരിപ്പിച്ചത് എന്നതാണ്. എന്തായാലും ഇതിന് പിന്നിൽ മയക്കുമരുന്നാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതൊക്കെ പുറത്തു വരാനിരിക്കുകയാണ്. എന്തായാലും നമ്മൾ അവരുടെ വീടിന് മുന്നിൽ തന്നെ തുടരുന്നുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ എന്നതൊന്നും അറിയില്ല. പോലീസ് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്.